കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സെക്കൻഡ് സെമസ്റ്ററുകാരുടെ കോംപ്ലിമെൻ്ററി കോഴ്സായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു പൊളിറ്റിക്കൽ സയൻസ് ആൻഡ് ഗവൺമെൻറ് സ്ട്രക്ചർ ആൻഡ് പ്രോസസ് അതിൽ 4th മോഡ്യൂളായിട്ടുള്ള ഫോംസ് ഓഫ് ഗവൺമെൻറ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതിൻ്റെ പല മൊഡ്യൂൾസും നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്ലേലിസ്റ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണാത്തവർ അത് പോയി കാണുക. ഇനിയിപ്പോൾ ഏതെങ്കിലും കൺസെപ്റ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അതിൻ്റെ വീഡിയോസ് കൂടി നമുക്ക് ചെയ്യാം. മറ്റ് മൊഡ്യൂൾസിൻ്റെയും ഈ മൊഡ്യൂൾസിൻ്റെയൊക്കെ തന്നെ മലയാളത്തിലുള്ള നോട്ട്സ് കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഇൻസ്റ്റ ഐഡിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നോട്ട് ടോക്സ് എന്ന് പറയുന്നതിൽ. അപ്പോൾ അത് ആവശ്യമുള്ളവർ അവിടെ പോയിട്ടും എടുക്കുക. സോ നമ്മൾ ഈ മൊഡ്യൂളിലേക്ക് കിടക്കുമ്പോൾ പലതരത്തിലുള്ള ഗവൺമെൻറ്റ്സിനെ കുറിച്ചിട്ടാണ് ഈ ഒരു മൊഡ്യൂളിൽ പറയുന്നത്. ഈ മൊഡ്യൂളിൻ്റെ പേര് തന്നെ എന്താണ്? ഫോംസ് ഓഫ് ഗവൺമെൻറ് എന്നാണ്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഗവൺമെൻറ്റ്സ്, ഇപ്പോൾ നമുക്കറിയാം യൂണിറ്ററി ഗവൺമെൻറ് എന്താണ്, ഫെഡറൽ ഗവൺമെൻറ് എന്താണ്, പാർലമെൻ്ററി സിസ്റ്റത്തിലുള്ള ഗവൺമെൻറ് എങ്ങനെയാണ്, അങ്ങനെ പലതരത്തിലുള്ള ഗവൺമെൻറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു കമ്പാരിസൺ കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാനും ചാൻസ് ഉണ്ട്. ഫസ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് പഠിക്കുന്നത് യൂണിറ്ററി ഗവൺമെൻറ് ആണ്. യൂണിറ്ററി ഗവൺമെൻറ് ഈസ് വെൻ വൺ ബിഗ് ഗവൺമെൻറ് ഹോൾഡ്സ് ഓൾ ദ പവർ. അതായത് എല്ലാ അധികാരവും ഒരൊറ്റ ഗവൺമെൻറ് കൈയടക്കി വെച്ചിരിക്കുന്ന ഗവൺമെൻറ്റിനെയാണ് യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. Even though a country might have smaller parts like provinces or districts, those parts only exist and have power because the big government allows it. The big government can get rid of these smaller parts or make new ones whatever it wants. അതായത് ഇപ്പോൾ ഒരു കൺട്രീനെ സംബന്ധിച്ച് അവിടെ പലതരത്തിലുള്ള സ്മോളർ പാർട്സ് ഉണ്ടാവും. അതായത് പ്രവശ്യകൾ, അതായത് പ്രൊവിൻസസ് ഉണ്ടാവാം, പലതരത്തിലുള്ള ജില്ലകൾ, ഡിസ്ട്രിക്റ്റുകൾ ഉണ്ടാവാം. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ പവർ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ യൂണിറ്ററി ഗവൺമെൻറ് ആണ്. ഇപ്പോൾ അവർക്കൊരു പ്രവശ്യ അല്ലെങ്കിൽ ഒരു പ്രൊവിൻസസോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റോ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അവർക്കത് ഉണ്ടാക്കുകയും ചെയ്യാം. അതിനുള്ള അധികാരവും അവർക്കുണ്ട്. In this type of government, all the power stays with the big government and is not shared with the smaller parts. ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് എല്ലാ അധികാരവും കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു വലിയ ഗവൺമെൻറ്റിൻ്റെ, ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിരിക്കും. അതിൻ്റെ അധികാരങ്ങൾ കാര്യങ്ങളൊന്നും മറ്റുള്ള സ്മോളർ പാർട്സിലേക്കൊന്നും ഷെയർ ചെയ്ത് പോവില്ല. പക്ഷെ നമ്മുടെ സംബന്ധിച്ച് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട് നമുക്ക്, അല്ലേ? ഇന്ത്യനെ സംബന്ധിച്ചൊന്ന് നോക്കി നോക്കൂ. സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുണ്ട്. സെൻട്രൽ ഗവൺമെൻറ്റുകൾ എന്താണ് ചെയ്യുന്നത്? പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും പവർ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തിട്ട് പല തരത്തിലുള്ള രീതിയിൽ, ഇപ്പോൾ ജില്ലയുടെ രീതിയിലും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്ത് കാര്യങ്ങളൊക്കെ ഇല്ലേ, സോ അവിടേക്കൊക്കെ തന്നെ എന്താണ്? പവർ ഡിസ്ട്രിബ്യൂഷൻ ആണ് കാണുന്നത്. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിന് അങ്ങനെയല്ല. ഒരൊറ്റ ഗവൺമെൻറ് എല്ലാവരുടെ പവറും എല്ലാതും കൺട്രോൾ ചെയ്യും. അവർക്ക് മാത്രമാണ് അവിടെ പവർ ഉണ്ടാവുള്ളൂ. സ്മോളർ പാർട്സിനൊന്നും പവർ ഉണ്ടാവില്ല. ഇനി അക്കോർഡിംഗ് ടു CF സ്ട്രോങ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എ യൂണിറ്ററി സ്റ്റേറ്റ് ഈസ് വൺ വെൻ ബിഗ് സെൻട്രൽ ഗവൺമെൻറ് ഹാസ് ഓൾ ദ പവർ ഓവർ ദ ഡിഫറെൻറ്റ് ഏരിയാസ് ഇറ്റ് കൺട്രോൾസ്. നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. ദിസ് ബിഗ് ഗവൺമെൻറ്റ്സ് പവർ ഈസ് ടോട്ടൽ ആൻഡ് ഇറ്റ്സ് ഇൻ ചാർജ് ഓഫ് എവറിത്തിങ് വിത്തൗട്ട് എനി സ്പെഷ്യൽ ലോസ് ഗിവിംഗ് പവർ ടു സ്മോളർ പാർട്സ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സ്മോളർ പാർട്സിനുള്ള അവർക്കുള്ള ഒരു പവറും കാര്യങ്ങളും ഒന്നും തന്നെ കൊടുക്കുന്നില്ല. എല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നത് ഈ ഒരു സെൻട്രൽ ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ഡിസീസ് ഈസ് ചെയ്യുന്നത് യൂണിറ്ററി ഗവൺമെൻറ് ഈസ് വെൻ വൺ ബിഗ് സെൻട്രൽ പവർ ഹാസ് എ മോസ്റ്റ് അതോറിറ്റി ഇൻ മേക്കിംഗ് ലോസ്. അവർക്കാണ് ലോസ് മേക്ക് ചെയ്യാനുള്ള അധികാരം കൂടിയുള്ളത്. യൂണിറ്ററി ഗവൺമെൻറ്റ്സ് ആർ ഫൗണ്ട് ഇൻ കൺട്രീസ് ലൈക്ക് ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ഇറ്റലി, ജപ്പാൻ ആൻഡ് ശ്രീലങ്ക. അപ്പോൾ ഈ ഒരു 5 കൺട്രീസിലാണ് ഈ യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത്. സോ ഇത്രയുള്ള യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത് എല്ലാ പവറും ഒരൊറ്റ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ഒരു സെൻട്രൽ ഗവൺമെൻറ്റിലേക്കാണ് അത് കൺട്രോൾ ചെയ്യുന്നത്. സ്മോളർ പാർട്സിലേക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്സിലേക്കൊന്നും തന്നെ അവർ പവർ കൊടുക്കുന്നില്ല. ഇതാണ് യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്. യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്താണെന്ന് നോക്കാം. എഫിഷ്യൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റി, എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷൻ, യൂണിഫോമിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, കോസ്റ്റ് എഫക്റ്റീവ്നെസ്, യൂണിഫൈഡ് സിറ്റിസൺഷിപ്പ്. ഏറ്റവും സിമ്പിളാണ്, ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എഫിഷ്യൻസി ഇൻ ഡിസിഷൻ മേക്കിംഗ് വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആർ മെയ്ഡ് അറ്റ് ദ സെൻട്രൽ ലെവൽ, എനേബിളിംഗ് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് ഡിസിഷൻ മേക്കിംഗ് വിത്തൗട്ട് ദ നീഡ് ഓഫ് കൺസെൻസസ് ബിൽഡിംഗ് എമംഗ് ഡിഫറെൻറ്റ് റീജിയൻസ്. അതായത് ഇപ്പോൾ സെൻട്രൽ ലെവലിലാണ് അവരുടെ ഡിസിഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ മേക്ക് ചെയ്യുന്നത്. അതായത് അവരാണ് ഗവൺമെൻറ്, ആ സെൻട്രൽ ഗവൺമെൻറ് ആണ് ഉള്ളത്. സോ ഗവൺമെൻറ്റിന് മറ്റുള്ള സ്റ്റേറ്റ്സിൻ്റെയോ കാര്യങ്ങളിലും ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. സെൻട്രൽ ഗവൺമെൻറ് ആണ്, ആ ഒരു ഗവൺമെൻറ് ആണ് അവരുടെ ഡിസിഷൻസ് ഒക്കെ തന്നെ വളരെ ക്വിക്കായിട്ട് എടുക്കുന്നത്.
അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ആൻഡ് അഡാപ്റ്റബിലിറ്റിയിൽ പറയുമ്പോൾ യൂണിറ്ററി ഗവൺമെൻറ്റ്സ് ക്യാൻ ഈസിലി അഡാപ്റ്റ് ടു ചേഞ്ച് ഇൻ സർക്കംസ്റ്റൻസസ് ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ക്യാൻ ബി അമെൻഡഡ് മോർ ഈസിലി കമ്പയർഡ് ടു കോംപ്ലക്സ് ഫെഡറൽ സിസ്റ്റംസ്. അതായത് ഇവിടെ യൂണിറ്ററി ഗവൺമെൻറ്റിന് ഏറ്റവും സിമ്പിളായിട്ട് ചേഞ്ചസ് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ആ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളിലൊക്കെ ഭേദഗതി വരുത്താനും ഇവർക്ക് ഏറ്റവും സിമ്പിളായിരിക്കും. കാരണം ഇവരൊരൊറ്റ ഗവൺമെൻറ്റാണ്, മറ്റുള്ള ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേഷനിൽ പറയുകയാണെങ്കിൽ ദ ആബ്സെൻസ് ഓഫ് കോൺഫ്ലിക്ട്സ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ലീഡ്സ് ടു streamlined administration, minimizing delays and enabling the central government to make a decision swiftly. എഫക്റ്റീവ് അഡ്മിനിസ്ട്രേഷൻ എന്ന് നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു സെൻട്രലും സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഒക്കെ ഉണ്ട്, പലതരത്തിലുള്ള പവർ ഡിസ്ട്രിബ്യൂഷൻസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ പല ലെവൽസിലുള്ള ഗവൺമെൻറ്റുകൾ തമ്മിൽ, ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പല ലെവൽസിലുള്ള ഗവൺമെൻറ്റുകൾ തമ്മിൽ പല രീതിയിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമാണ്. കാരണം ഈ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഇല്ല, അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ടുള്ള രീതിയിൽ അഡ്മിനിസ്ട്രേഷൻ നടക്കും. യൂണിഫോമിറ്റി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. Unitary systems promote uniformity in administrative practices and policies, as there is a single administrative service for the entire country and consistent enforcement of orders from the central authority. അഡ്മിനിസ്ട്രേഷനിൽ യൂണിഫോമിറ്റി ഉണ്ടായിരിക്കും. അതായത് ഒരു സെൻട്രൽ ഗവൺമെൻറ് പോളിസീസ് കാര്യങ്ങൾ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ തന്നെ സ്റ്റേറ്റ് അവരുടേതായിട്ടുള്ള രീതിയിൽ കൺട്രിയിലേക്ക് നൽകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. അഡ്മിനിസ്ട്രേഷൻ്റെ ലെവലിലും ആ ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഇന്ന കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇന്ന പ്ലേസിലുള്ള ആൾക്കാർക്ക് ഡിഫറെൻറ്റ് അഡ്മിനിസ്ട്രേഷൻ ലെവലോ അങ്ങനെയൊന്നും അല്ല, ഫുൾ യൂണിഫോമിറ്റി ആയിരിക്കും അവിടെ ഉണ്ടാവുക. അടുത്തത് കോസ്റ്റ് എഫക്റ്റീവ്നെസ്. Unitary governments are generally less expensive to maintain compared to federal systems, as there is no duplication of political institutions and a single parliament and cabinet oversees the entire nation. ഇതിൽ ലെസ് എക്സ്പെൻസീവ് ആയിരിക്കും. ഒരു ഫെഡറൽ സിസ്റ്റത്തിനെ സംബന്ധിച്ച് അവിടെ ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ യൂണിറ്ററി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവ് കുറവായിരിക്കും. യൂണിഫൈഡ് സിറ്റിസൺഷിപ്പ്. സിറ്റിസൺസ് ഹാവ് എ സിംഗിൾ സിറ്റിസൺഷിപ്പ് for the entire country, reducing the risk of separatist tendencies and fostering national unity. അവിടെ ഒരു ഒറ്റ സിറ്റിസൺഷിപ്പ് ആയിരിക്കും നൽകുക. ഇതാണ് യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഡിമെറിറ്റ്സ് ഓഫ് യൂണിറ്ററി ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സസീവ് സെൻട്രലൈസേഷൻ, ലാക്ക് ഓഫ് ലോക്കൽ റെപ്രസെൻറ്റേഷൻ, റിസ്ക് ഓഫ് ഡെസ്പോട്ടിസം, ലിമിറ്റഡ് ലോക്കൽ ഓട്ടോണോമി, അതുപോലെ ഇൻകോമ്പിറ്റബിലിറ്റി വിത്ത് ഡൈവേഴ്സിറ്റി, വൾണറബിലിറ്റി ടു കൊളാപ്സ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീമെറിറ്റ്സിൽ യൂണിറ്ററി ഗവൺമെൻറ്റിൽ പറയുന്നത്. ഒരു എക്സസീവ് സെൻട്രലൈസേഷൻ ആണ് അവിടെ ഉണ്ടാവുക. അതിൽ തന്നെ റീജിയണൽ യൂണിറ്റ്സ് ഒക്കെ തന്നെ സബോർഡിനേറ്റ് ആയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ലോക്കൽ റെപ്രസെൻറ്റേഷന് വളരെയധികം കുറവായിരിക്കും അവിടെ. അതായത് ഡിസിഷൻ മേക്കിംഗ് ഒക്കെ സെൻട്രലൈസ്ഡ് ആയിരിക്കും, അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോക്കൽ ആളുകളുടെ നീഡ്സ് കാര്യങ്ങളൊക്കെ തന്നെ ഇഗ്നോർഡ് ആവുകയാണ്, അവരുടെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരൊരിക്കലും അവരുടേതായിട്ടുള്ള ലോക്കൽ ഇൻട്രസ്റ്റിനെ കുറിച്ച് അവെയർ ആയിരിക്കില്ല ഈ സെൻട്രൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റിസ്ക് ഡെസ്പോട്ടിസം എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റിംഗ് പവർ ഇൻ ദ സെൻട്രൽ ഗവൺമെൻറ് ക്യാൻ ലീഡ് ടു autocratic tendencies where the central authority become the powerful and can suppress individual rights and freedom. അതായത് ഒരു യൂണിറ്ററി ഗവൺമെൻറ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ ഗവൺമെൻറ് ആയിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരുടെ ഇൻഡിവിജ്വൽ റൈറ്റ്സും ഫ്രീഡം ഒക്കെ തന്നെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ്. അതായത് ലോക്കലിൻ്റെ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊന്നും അന്വേഷിക്കുന്നില്ല, അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ ഡെസ്പോട്ടിസത്തിന് ചാൻസ് കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ ലിമിറ്റഡ് ലോക്കൽ ഓട്ടോണോമി, ഇത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇൻകോമ്പറ്റബിലിറ്റി വിത്ത് ഡൈവേഴ്സിറ്റി, അത് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വലിയ കൺട്രീനെ സംബന്ധിച്ച് ഒരുപാട് റീജിയൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ പല രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. സോ അവിടേതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരേ പോളിസീസ് കാര്യങ്ങളൊക്കെ തന്നെ ഇമ്പോസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പല റീജിയൻസിലുള്ള ആൾക്കാർക്കും പലതായിട്ടുള്ള യുണീക്കായിട്ടുള്ള നീഡുകളും ഇൻട്രസ്റ്റുകളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ ലോ അല്ലെങ്കിൽ പോളിസി എന്ന് പറയുന്നത് അവിടെ അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതാണ് ഒരു യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. പിന്നെ വൾണറബിലിറ്റി ടു കൊളാപ്സ് വെച്ച് കഴിഞ്ഞാൽ സിൻസ് എ യൂണിറ്ററി സിസ്റ്റം റിലൈസ് heavily on the strength and stability of the central authority, in internal or external stress can more easily lead to its collapse, as there is no distributive power to provide backup or resilience. അതായത് ഒരു യൂണിറ്ററി ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്
ഒരു സെൻട്രൽ അതോറിറ്റിയാണ് ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റേർണലായിട്ടും എക്സ്റ്റേണലായിട്ടും അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് കാര്യങ്ങൾ കൊളാപ്സ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോട്ടൽ ഒരു ഗവൺമെൻറ്റിലെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ തന്നെ കൊളാപ്സിലേക്ക് അത് മാറും. ഇതൊക്കെയാണ് യൂണിറ്ററി ഗവൺമെൻറ്റിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയാണ് യൂണിറ്ററി ഗവൺമെൻറ്റിനെ കുറിച്ച് പറയാനുള്ളത്. സോ നമ്മൾ മനസ്സിലാക്കി വെക്കുക, ഇതിനകത്തൊരു സിംഗിൾ ഗവൺമെൻറ് ആയിരിക്കും. ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പവർ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവരായിരിക്കും ഡിസിഷൻ മേക്കിങ്ങും ലോ മേക്കിങ്ങും ഒക്കെ തന്നെ. അടുത്ത ഗവൺമെൻറ് എന്ന് പറയുന്നത് ഫെഡറൽ ഗവൺമെൻറ് ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് യൂണിറ്ററി ആണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഫെഡറൽ ഗവൺമെൻറ് ആണ്. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പവർ ഡിവിഷൻ എന്ന് പറയുന്നത് എ ഫെഡറൽ ഗവൺമെൻറ് ഡിവൈഡ്സ് പവർ ബിറ്റ്വീൻ എ സെൻട്രൽ അതോറിറ്റി ആൻഡ് സ്മോളർ റീജിയണൽ ഗവൺമെൻറ്റ്സ്, അല്ലെങ്കിൽ സ്റ്റേറ്റ് അല്ലെങ്കിൽ പ്രൊവിൻസസ് എന്ന് പറയാം. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പവർ ഡിവിഷൻ എന്ന് പറയുന്നത് സെൻട്രൽ അതോറിറ്റിയും ഉണ്ടാവും, സ്മോൾ റീജിയണൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും അവിടെ ഉണ്ടാവും. സോ ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ യൂണിറ്ററി ഗവൺമെൻറ്റിൽ പറഞ്ഞത് അവിടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് മാത്രം ഉണ്ടാവുന്നതാണ്. ഫെഡറലിലേക്ക് വരുമ്പോൾ അവിടെ സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സും ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എ കോൺസ്റ്റിറ്റ്യൂഷൻ ഔട്ട്ലൈൻസ് വിച്ച് പവേഴ്സ് ദ സെൻട്രൽ ആൻഡ് റീജിയണൽ ഗവൺമെൻറ്റ്സ് ഹാവ്. ഇറ്റ് സെറ്റ്സ് ദ റൂൾ ഫോർ ഹൗ ദേ വർക്ക് ടുഗെദർ. അതായത് അവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ സുപ്രീമസിയാണ് ഫെഡറൽ ഗവൺമെൻറ്റിൽ എന്ന് പറയുന്നത്. അതായത് ഫെഡറൽ ഗവൺമെൻറ്റിൽ എങ്ങനെ ഈ റീജിയണൽ ഗവൺമെൻറ്റ്സും സെൻട്രൽ ഗവൺമെൻറ്റ്സും ഒക്കെ വർക്ക് ചെയ്യണം, അതിൻ്റെ പവേഴ്സൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, അതുപോലെ തന്നെ അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ തന്നെ എങ്ങനെയാണെന്നുള്ളതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷനാണ് തീരുമാനിക്കുന്നത്. അതുപോലെ ഷെയർഡ് ആൻഡ് സെപ്പറേറ്റ് പവേഴ്സ്. ബോത്ത് ലെവൽസ് ഓഫ് ഗവൺമെൻറ് ഷെയർ സർട്ടൻ റെസ്പോൺസിബിലിറ്റീസ് ലൈക്ക് ഡിഫൻസ്, ബട്ട് ദേ ഓൾസോ ഹാവ് ദെയർ ഓൺ ഏരിയാസ് ഓഫ് കൺട്രോൾസ് ലൈക്ക് എഡ്യൂക്കേഷൻ ഓർ ഹെൽത്ത് കെയർ. ഈ ഫെഡറൽ ഗവൺമെൻറ്റിൽ നമ്മൾ പറഞ്ഞു രണ്ട് ഗവൺമെൻറ്റ്സ് ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഉണ്ട്. അതായത് റീജിയണൽ ഗവൺമെൻറ്റ്സ് അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്രൊവിൻസസ് എന്നൊക്കെ പറയാം. സോ ഈ രണ്ട് ഗവൺമെൻറ്റ്സിനും അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസും അതുപോലെ അവരുടേതായിട്ടുള്ള ഓൺ ഏരിയാസ് ഓഫ് കൺട്രോളും ഒക്കെ ഉണ്ട്. അവരുടെ പവേഴ്സ് കാര്യങ്ങളൊക്കെ തന്നെ സെപ്പറേറ്റഡും അതുപോലെ തന്നെ ഷെയർഡും ആയിരിക്കും. ഇപ്പം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയൊക്കെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് ഡിഫൻസ് കാര്യങ്ങളൊക്കെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ എഡ്യൂക്കേഷനും ഹെൽത്ത് കെയർ ഒക്കെ അവരുടേതായിട്ടുള്ള ഏരിയാസിൽ നോക്കുക എന്നുള്ളത്. അതുപോലെ ബാലൻസിങ് ഇൻട്രസ്റ്റ്. ഫെഡറൽ ഗവൺമെൻറ്റ്സ് ബാലൻസ് ദ നീഡ്സ് ഓഫ് ദ വോൾ കൺട്രി വിത്ത് ദ യൂണിക് നീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് റീജിയൻസ്. ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ രണ്ട് ഗവൺമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് നമുക്ക് ലോക്കൽ ഗവൺമെൻറ്റിനെ പോലെ എടുക്കാം. അതുകൊണ്ട് തന്നെ ഈ വളരെ ലോക്കലായിട്ടുള്ള അതുപോലെ അവിടുത്തെ ഒരു സൊസൈറ്റിയുടെ നീഡ്സും ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫെഡറൽ ഗവൺമെൻറ്റിന് കഴിയും. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ജർമ്മനി ഒക്കെയാണ്. ഇങ്ങനത്തെ കൺട്രീസിലൊക്കെയാണ് ഈ ഫെഡറൽ ഗവൺമെൻറ് നിലനിൽക്കുന്നത്. പിന്നെ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. The Constitution often outline how disputes between central and regional governments are resolved. അവിടെ ഒരുപാട് കോൺഫ്ലിക്ട്സ് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതായത് ഈ പല ലെവൽസിലുള്ള ഗവൺമെൻറ് വരുമ്പോൾ അവിടെ കോൺഫ്ലിക്ട്സ് കാര്യങ്ങളൊക്കെ റൈസ് ചെയ്യുന്നു. ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് അതിനൊരു ഔട്ട്ലൈൻ നൽകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഫെഡറൽ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഇതിന് കുറച്ച് മെറിറ്റ്സ് ഉണ്ട്, കുറച്ച് ഡീമെറിറ്റ്സും ഉണ്ട്. മെറിറ്റ്സ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോക്കൽ ഓട്ടോണോമി, ഡൈവേഴ്സ് നീഡ്സ് ആണ്, ചെക്സ് ആൻഡ് ബാലൻസ്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി, ഇന്നൊവേഷൻ, റെപ്രസെൻറ്റേഷൻ, ഇതൊക്കെ നമുക്ക് അതിൻ്റെ മെറിറ്റ്സിൻ്റെ കൂട്ടത്തിൽ പറയാം. ലോക്കൽ ഓട്ടോണോമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റീജിയണൽ ഗവൺമെൻറ്റ്സ് ഹാവ് കൺട്രോൾ ഓവർ ലോക്കൽ മാറ്റേഴ്സ് എൻഷുറിംഗ് ഡിസിഷൻസ് ആർ ടൈലേർഡ് ടു സ്പെസിഫിക് നീഡ്സ്. ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ലോക്കൽ ഗവൺമെൻറ്റ്സ് ഉണ്ട് അല്ലെങ്കിൽ റീജിയണൽ ഗവൺമെൻറ്റ്സ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ അവിടെ ലോക്കൽ മാറ്റേഴ്സ് അല്ലെങ്കിൽ അവരുടെ തന്നെ ഇഷ്യൂസിനെയൊക്കെ തന്നെ കൺട്രോൾ ചെയ്യാനും എൻഷുർ ചെയ്യാനും ഡിസിഷൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ തന്നെ എന്തിന് കഴിയുന്നുണ്ട്, ഫെഡറൽ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട്. അതൊരു മെറിറ്റാണ്. അതായത് നമ്മൾ യൂണിറ്ററി ഗവൺമെൻറ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. സെൽഫ് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഫ്രീഡം ഒക്കെ തന്നെ അവിടെ സപ്രസ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ലോക്കൽ ഓട്ടോണോമി ഉള്ളതുകൊണ്ട് അതൊരു മെറിറ്റായിട്ട് പറയാം. ഡൈവേഴ്സ് നീഡ്സ്. ഡിഫറെൻറ്റ് റീജിയൻസ് ക്യാൻ അഡ്രസ് ദെയർ യുണീക് ചലഞ്ചസ് എഫക്റ്റീവ്ലി അഡാപ്റ്റിംഗ് പോളിസീസ് അക്കോർഡിംഗ്ലി. ഡൈവേഴ്സ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് റിലീജിയൻസ് കാര്യങ്ങളൊക്കെ തന്നെ, അതുപോലെ ഡിഫറെൻറ്റ് റീജിയൻസ് ഉണ്ടാവും. ഈ റീജിയണും സെപ്പറേറ്റ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ അവർക്ക് യുണീക്ക് ചലഞ്ചസും അതുപോലെ അവരുടേതായിട്ടുള്ള കുറേ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും, അവരുടെ ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവരുടെ നീഡ്സ് ഉണ്ടാവും. അതിനനുസരിച്ചിട്ടുള്ള പോളിസീസ് അഡാപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതൊക്കെ എൻഷുർ ചെയ്യാനും വേണ്ടിയിട്ട് ഫെഡറൽ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ട്. ചെക്സ് ആൻഡ് ബാലൻസ്. പവർ ഡിവിഷൻ പ്രിവെൻറ്റ്സ് അബ്യൂസസ് ഓഫ് അതോറിറ്റി ബൈ എനി സിംഗിൾ സെൻട്രൽ ബോഡി. അതായത് ഇപ്പോൾ പവറിൻ്റെ കാര്യത്തിൽ പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. അതായത്
സെൻട്രലും അതുപോലെ സ്റ്റേറ്റുമായിട്ടുള്ള രീതിയിൽ പല ബോഡികളിലേക്കും അവർ എന്ത് ചെയ്യുന്നുണ്ട്, പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ചെക്സ് ആൻഡ് ബാലൻസ് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നു. അതുപോലെ തന്നെ കൾച്ചറൽ ഡൈവേഴ്സിറ്റി. ഫെഡറൽ സിസ്റ്റം റെസ്പെക്ട് ഡൈവേഴ്സ് കൾച്ചേഴ്സ് വൈൽ പ്രൊമോട്ടിംഗ് നാഷണൽ യൂണിറ്റി. ഒരു നാഷണൽ യൂണിറ്റീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ആ നാഷണലിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് അതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ഡൈവേഴ്സ് കൾച്ചേഴ്സ് അല്ലെങ്കിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള അവരുടെ ഒരുപാട് ഇപ്പോൾ റീജൻസ് കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫെഡറൽ ഗവൺമെൻറ് ഉള്ള ഒരു കൺട്രിയിൽ എന്തുണ്ട്, കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഉണ്ട്. ഇനി ഇന്നോവേഷൻ. റീജിയണൽ ഗവൺമെൻറ്റ്സ് ക്യാൻ എക്സ്പെരിമെൻറ്റ് വിത്ത് പോളിസീസ് ബെനഫിറ്റിംഗ് ദ എൻറ്റയർ കൺട്രി. പുതിയ രീതിയിലുള്ള പോളിസീസ് കാര്യങ്ങളൊക്കെ തന്നെ പല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുപോലെ പല ആൾക്കാരുണ്ടാവും, പല റീജിയൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള പോളിസീസും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ റെപ്രസെൻറ്റേഷൻ. ഫെഡറൽ സിസ്റ്റം എൻഷുർ ലോക്കൽ ഇൻട്രസ്റ്റ് ആർ ഹേർഡ് ആൻഡ് സ്മോളർ കമ്മ്യൂണിറ്റീസ് ആർ റെപ്രസെൻറ്റഡ്. അതുപോലെ തന്നെ ഇതിൽ സ്മോളർ കമ്മ്യൂണിറ്റീസിനും അതുപോലെ തന്നെ ലോക്കൽ ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാവരുടെയും ഒരു റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഇതൊക്കെയാണ് മെറിറ്റ്സ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇനി ഡീമെറിറ്റ്സ് ഓഫ് ഫെഡറൽ ഗവൺമെൻറ്. ഇപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സ്, ഇൻകൺസിസ്റ്റൻറ്റ് പോളിസീസ്, കോംപ്ലക്സ് കോർഡിനേഷൻ, റീജിയണലിസം ആൻഡ് ഡിവിഷൻ, ഇനെക്വാളിറ്റി, പൊട്ടൻഷ്യൽ ഫോർ സെസഷൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഡീമെറിറ്റ് ആയിട്ട് പറയുന്നത്. ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എഫേർട്സിൽ പറയുന്നത് റീജിയണൽ ഗവൺമെൻറ്റ്സ് മേ ഡ്യൂപ്ലിക്കേറ്റ് അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സ് ലീഡിങ് ടു ഇൻഎഫിഷ്യൻസീസ് ആൻഡ് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ്. ഇപ്പോൾ റീജിയണൽ ഗവൺമെൻറ്റ്സ് ആയിരിക്കും ഒരുപാട് രീതിയിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് എഫേർട്സും പോളിസീസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേഷനായിട്ട് അത് മാറും. അതൊക്കെ ഇൻഎഫിഷ്യൻസിയിലേക്കും അതുപോലെ റിസോഴ്സസിൻ്റെ വേസ്റ്റേജിലേക്കും നയിക്കും. ഇൻകൺസിസ്റ്റൻറ്റ് പോളിസീസ്. ഡിഫറെൻറ്റ് റീജിയൻസ് മേ അഡോപ്റ്റ് കോൺഫ്ലിക്റ്റിംഗ് പോളിസീസ് കോസസിങ് കൺഫ്യൂഷൻ ആൻഡ് ഹിൻഡറിങ് നാഷണൽ കോൺഹറൻസ്. പോളിസീസൊക്കെ തന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ ചില റീജിയണിൽ ചില പോളിസീസ് കൊണ്ടുവരുമ്പോൾ അതവിടെ ഭയങ്കര ഇഷ്യൂ മാറും. ആ റീജിയണിലുള്ളവർക്ക് അത് ചിലപ്പോൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. സോ അവിടെ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാവും. കോംപ്ലക്സ് കോർഡിനേഷൻ വെച്ച് കഴിഞ്ഞാൽ കോർഡിനേറ്റിംഗ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് റീജിയണൽ ഗവൺമെൻറ്റ്സ് ക്യാൻ ബി കോംപ്ലക്സ് ആൻഡ് സ്ലോ ഡൗൺ ഡിസിഷൻ മേക്കിംഗ്. ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സെൻട്രലും സ്റ്റേറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ പറയുന്നത് വളരെ സ്ലോ ആയിരിക്കും. ഒരു ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പല പല തലങ്ങളിലേക്ക് ചെല്ലേണ്ടി വരും. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, ഭയങ്കര സ്ലോ ഡൗൺ ആയിരിക്കും കാര്യങ്ങളൊക്കെ തന്നെ. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു കോംപ്ലക്സ് പ്രോസസ്സായിട്ട് അത് മാറും. റീജിയണലിസം ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്നത് സ്ട്രോങ് റീജിയണൽ ഐഡൻറ്റിറ്റീസ് ക്യാൻ സംടൈംസ് ലീഡ് ടു കോൺഫ്ലിക്റ്റ് ആൻഡ് ഹിൻഡർ നാഷണൽ യൂണിറ്റി. ഇപ്പോൾ ഒരു റീജിയണലിസം, ഇപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു റീജിയൻ്റെ ബേസിലാണ് ഫോം ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അവിടെ അവരുടെ റീജിയൻ ബേസ് ആയിട്ടുള്ള കുറച്ച് സോഷ്യൽ മൂവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടാവുമ്പോൾ അത് നമ്മുടെ നാഷണൽ യൂണിറ്റിക്ക് അല്ലെങ്കിൽ നാഷണലിസത്തിന് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇനെക്വാളിറ്റി. Wealthier regions might have more resources to implement policies, leaving less affluent regions at a disadvantage. ഇപ്പോൾ ഒരു കൺട്രിയിൽ പല സ്റ്റേറ്റ്സ് ഉണ്ടാവും, അതായത് പല റീജിയൻ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ചില റീജിയൻസ് എന്ന് പറയുന്നത് വളരെ വെൽത്തിയർ ആയിരിക്കും, മറ്റേത് ഭയങ്കര പുവർ ആയിരിക്കും. സോ ഈ വെൽത്തിയർ ആയിട്ടുള്ളവർക്ക് കൂടുതൽ പോളിസീസ് കാര്യങ്ങളൊക്കെ തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ മറ്റ് റീജിയൻസിന് അത് പറ്റില്ല. ഇതൊക്കെയാണ് ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി ഈ മൊഡ്യൂളിൽ കുറച്ചുകൂടി ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പറയാം. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം.